ഹായ് ചക്കരകളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ വിരുന്നൊക്കെ കഴിഞ്ഞ് എത്തിയ ദിവസത്തെ പരിപാടിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ വിരുന്ന് കഴിഞ്ഞിട്ട് രാവിലെ ഒരു 10-10:30 കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വരുമ്പോഴേക്കും തന്നെ 3-4 ദിവസം നമ്മളില്ലാത്ത കാരണം മുറ്റത്താകെ എന്താ പറയുക പ്ലാവിൻ്റെ ഇലയൊക്കെ വീണിട്ട് നിറയെ കുപ്പിയുണ്ട് കേട്ടോ. അപ്പോൾ നല്ല വെയിലായി. നമ്മൾ 10 മണി 10:30 ആയല്ലോ എത്തുന്ന സമയത്ത്. അപ്പോൾ ഞാൻ എത്തിയ ഉടനെ തന്നെ വേഗം തന്നെ ഒന്ന് മുറ്റമൊക്കെ ഒന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ. നല്ല കുപ്പി ഉണ്ടായിരുന്നു. വൈകുന്നേരം അടിക്കുക പറയുമ്പോൾ കുപ്പ പിന്നെയും കൂടില്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ അടിച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ പേപ്പറെല്ലാം വന്ന് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതെല്ലാം എടുത്തിട്ട് വന്ന് അശ്വിൻ്റെ കയ്യിൽ കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അതിന് ശേഷം പിന്നെ നമ്മൾ ബാക്കിയും കൂടെ അടിക്കാനുണ്ടായിരുന്നു. അതുകൂടെ ഒന്ന് വേഗം തന്നെ അടിച്ചെടുത്തു കേട്ടോ. ഇനി വേണം നമുക്ക് എന്താ പറയുക ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. രാവിലെ വരുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷമാണ് പിന്നെ നമ്മൾ വന്ന് മുറ്റമൊക്കെ അടിച്ച് ഇനിയിപ്പോൾ ഉച്ചക്കാലത്തെ ഭക്ഷണമൊക്കെ നമുക്ക് ഉണ്ടാക്കണം കേട്ടോ. അപ്പം ഞാൻ വേഗം തന്നെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് പിന്നെ നമ്മൾ കുറച്ച് തുണിയെല്ലാം തോരിയിടുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ വരുന്ന സമയത്ത് കുറച്ച് തുണിയെല്ലാം തിരുമ്പിയിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ കൊണ്ടുവന്ന് നമുക്കിവിടെ തിരുമ്പാണ്ട് കഴിഞ്ഞില്ലേ എന്ന് പറഞ്ഞു അതെല്ലാം തിരുമ്പിയതിന് ശേഷം നമ്മൾ കൊണ്ടുവന്നിട്ട് ഇവിടെ വന്നിട്ട് ഉണക്കാനിടുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ബാക്കിയുള്ള തുണി നാളെ നമുക്ക് തിരുമ്പിയാൽ മതിയല്ലോ. അത് കാരണം തന്നെ വേഗം തന്നെ തുണിയെല്ലാം ഒന്ന് തോരിയിടണം കേട്ടോ. അപ്പോൾ അക്ഷയ ഉണ്ട് അടുത്ത്. അപ്പോൾ അവളിങ്ങനെ ഓരോ വർത്താനം പറയുമ്പോൾ ഞാനും അതിനനുസരിച്ച് പറഞ്ഞിട്ട് ഇങ്ങനെ വേഗം തുണികളൊക്കെ ഒന്ന് തോരിയിടണം കേട്ടോ. അപ്പോൾ അതിന് ശേഷം പിന്നെ ഷൂസും ചെരുപ്പും നല്ല വെളിയിലിട്ടത് ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഉള്ളിൽ കൊണ്ട് വെക്കുകയാണ്. അപ്പോൾ ഞാൻ അതിന് മുന്നേ തന്നെ വന്നതും വേഗം തന്നെ കുറച്ച് കുടിക്കാനുള്ള വെള്ളമൊക്കെ വെച്ച് അതിന് ശേഷം നമ്മുടെ ചോറ്റിനുള്ള അരിയെല്ലാം ഇട്ട് അത് തിളപ്പിക്കാൻ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ മിറ്റോടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. വരുമ്പോഴേക്കും തന്നെ അതെല്ലാം നന്നായി തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊന്ന് ഇറക്കി വെക്കാൻ പോയതാണ് കേട്ടോ. പിന്നെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ അക്ഷയ വെള്ളമൊക്കെ ഒന്ന് ആക്കി വെക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ വരുമ്പോഴേക്കും തന്നെ നല്ല വെള്ളദാഹമായിരുന്നു. അപ്പോൾ വേഗം തന്നെ വെള്ളമൊക്കെ വെച്ച് കുറച്ച് കുടിച്ചു കേട്ടോ. അതിന് ശേഷം പിന്നെ നമ്മൾ കൊണ്ടുപോയിട്ടുള്ള ബാഗിൽ നിന്ന് തുണികളെല്ലാം എടുത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ വിരുന്ന് പോവല്ല പാട്. പോയി വന്നിട്ടുള്ള നമ്മുടെ വീട് ക്ലീൻ ചെയ്യലും അതുപോലെ നമ്മുടെ തുണികളൊക്കെ ഒതുക്കലും തിരുമ്പലും അതൊക്കെ ഒരു നല്ലൊരു പണിയാണ് അല്ലേ. അപ്പം ഞാൻ കൊണ്ടുപോയിട്ടുള്ള തുണികളെല്ലാം എടുത്ത് പുറത്ത് വെക്കുകയാണ്. നല്ല തുണികളൊക്കെ കുറച്ചൊക്കെ നമ്മൾ തിരുമ്പിയിട്ടു കേട്ടോ. അതിന് ബാക്കിയുള്ള നല്ല തുണികളൊക്കെ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് തിരുമ്പാൻ ഞാനത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കല്ലിലാണ് കേട്ടോ നമ്മൾ തിരുമ്പാറുള്ളത്. അപ്പോൾ സാധാരണ ഇടുന്ന തുണികളെല്ലാം നമ്മൾ അവിടുന്ന് തിരുമ്പി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് തിരുമ്പിയ തുണികളും ഉണ്ടായിരുന്നു. ഉണങ്ങിയ തുണികൾ അതും നമ്മൾ വേഗം തന്നെ വെളിയിലെടുത്ത് വെച്ച് നമ്മുടെ ബാഗൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് വന്നിട്ട് വേഗം തന്നെ അതൊക്കെ ഒന്ന് ചെയ്യാൻ കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പണി കൂടുക. അപ്പോൾ കയ്യോടെ തന്നെ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ ബാഗെല്ലാം കുടഞ്ഞ് വെച്ചതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചുള്ള നമ്മുടെ തുണിയെല്ലാം എടുത്തിട്ട് ഒന്ന് കൊണ്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല തുണികളെല്ലാം നമ്മൾ കല്ലിൽ പിന്നെ തിരുമ്പാവർ ഞാൻ മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ അതിൽ അശ്വിൻ്റെ കണ്ണടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് എടുത്തു കൊടുത്താണ് കേട്ടോ. അപ്പോൾ അവനൊന്ന് ഇട്ട് നോക്കിയിട്ട് വേഗം തന്നെ ഒന്ന് അഴിച്ച് വെച്ചു കേട്ടോ. പിന്നെ അതിന് ശേഷം പിന്നെ വേഗം തന്നെ നമ്മുടെ അക്ഷയ എല്ലാവിടെയും അടിച്ചു തരാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ മൂപ്പ് തരികയാണെന്ന് കോലയൊക്കെ ഒന്ന് അടിച്ചെടുക്കുന്നത്. അപ്പോൾ പിന്നെ വേഗം തന്നെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് ശേഷം പിന്നെ വന്നിട്ട് വേഗം നമുക്ക് പിന്നെ ഉച്ചക്കലേക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കണമല്ലോ. നമ്മളിപ്പോൾ ചോറ് നമ്മൾ തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ കൂടെ കഴിക്കാൻ എന്തെങ്കിലും കൂട്ടാൻ ഉണ്ടാക്കണ്ടേ പറഞ്ഞിട്ട് ഞാൻ പിന്നെ വേഗം വന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കുകയാണ് നല്ലത് കേട്ടോ. ഹെവി ആയിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്നാമത് സമയം എടുക്കും. പിന്നെ നമ്മൾ പോയി വന്ന കാരണം അത് നടക്കില്ല കേട്ടോ. പിന്നെ പച്ചക്കറികളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ പോകുമ്പോഴേക്കും തന്നെ അതെല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പച്ചക്കറികളൊന്നും ഇല്ലേനും. അപ്പോൾ പിന്നെ ഞാൻ വേഗം തന്നെ നമ്മുടെ മുതിരിയില്ലേ അത് ഒന്നെടുത്തിട്ട് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ സാധാരണ വറുത്തിട്ടാണ് കേട്ടോ നമ്മൾ വെക്കാറുള്ളത്. പക്ഷേ ഇന്നിപ്പോൾ അതിനൊന്നും സമയം കിട്ടിയില്ല. ഇനി ഇതെല്ലാം റെഡിയാകുമ്പോഴേക്കും തന്നെ നേരമാകും. അപ്പോൾ പിന്നെ ഞാനത് വറക്കാനൊന്നും നിന്നില്ല കേട്ടോ. പച്ച എടുത്തിട്ട് നന്നായി തന്നെ കഴുകി എടുത്തതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്താ പറയുക നമ്മുടെ എത്ര നമ്മൾ ഇതാക്കിയാലും അതിൽ കല്ലൊക്കെ ഉണ്ടാകും. അപ്പോൾ ഒന്ന് അരിച്ചെടുത്തിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അത്ര വലിയ പ്രശ്നം ഉണ്ടാവില്ല. അത് കാരണം പിന്നെ ഞാനൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. എനിക്ക് കറക്റ്റായിട്ടൊന്നും അരിച്ചെടുക്കാൻ അറിയില്ല കേട്ടോ. ഞാനെപ്പോഴും ഇതുപോലെയാണ് അങ്ങനെ അരിച്ചെടുക്കാറുള്ളത്. വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിച്ച് ഒന്ന് കുലുക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചെടുക്കുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ.
പിന്നെ വേറെ രീതിക്കുമൊക്കെ നമ്മളിത് അരിച്ചെടുക്കണം കേട്ടോ. പക്ഷേ എനിക്ക് അതൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്നും അറിയും, അതുപോലെയൊക്കെ നമ്മളൊന്ന് അരിച്ചെടുത്ത് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ചു, പിന്നെ നമ്മുടെ കൊള്ളിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് പിന്നെ നമ്മൾ എന്താ പറയുക അടച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ വറക്കാണ്ട് വെക്കുമ്പോൾ ഒരു ടേസ്റ്റ് തന്നെയാണ്, പക്ഷേ വറുത്ത് വെക്കുമ്പോൾ ഒരു പ്രത്യേകം മണവും ഉണ്ടാകും കേട്ടോ നമ്മുടെ കൂട്ടാൻ. അപ്പോൾ ഞാനത് വേവാൻ വെച്ചതിന് ശേഷം പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് വെളുത്തുള്ളി ഒന്ന് നേരാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയുള്ളി ഉണ്ട്, പക്ഷേ എനിക്കത് നേരാക്കാൻ വയ്യാൻ വേണ്ടി ഞാൻ പിന്നെ ചെറിയുള്ളിയൊന്നും എടുത്തില്ല കേട്ടോ. പിന്നെ വലിയ ഉള്ളി തീർന്നിരിക്കുകയായിരുന്നു, അതുകൊണ്ട് പിന്നെ ഉള്ളിയൊന്നും ചേർത്തില്ല കേട്ടോ. വെളുത്തുള്ളി മാത്രം കുറച്ച് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു 3-4 അല്ലി വെളുത്തുള്ളി ഞാനൊന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ കൊള്ളൊക്കെ നന്നായി തന്നെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അതിലേക്ക് പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ പച്ചമുളകും അതുപോലെ തന്നെ ഒരു തക്കാളി പിന്നെ അതുപോലെ നമ്മുടെ വെളുത്തുള്ളി എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. തക്കാളി ചേർക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ കൊള്ളിന്. അപ്പോൾ എരിവിന് കുറച്ച് ഞാൻ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതുപോലെ ഒരു തക്കാളി ഇട്ടാൽ അത്ര മതിയാകും. ഓവറായി ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് പുളിപ്പ് തോന്നും, അതുകൊണ്ട് ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ തൊലിച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ വെളുത്തുള്ളി കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ മുതിരിയിലൊക്കെ വെളുത്തുള്ളി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 4 അല്ലി വെളുത്തുള്ളി അത് അരിയാനൊന്നും നിന്നില്ല കേട്ടോ, അങ്ങനെ തന്നെ ക്ലീൻ ചെയ്ത് ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു നുള്ള് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് എരിവില്ലെങ്കിൽ നന്നായിരിക്കില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 2 വിസിൽ കൂടെ അടുപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോഴാണ് നമ്മുടെ പച്ചമുളകും ഉള്ളിയും അതുപോലെ നമ്മുടെ തക്കാളിയൊക്കെ നന്നായി തന്നെ വെന്ത് വരിക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ വെള്ളം കുറവായ കാരണം ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 2 വിസിൽ അടുപ്പിച്ചെടുക്കുക കേട്ടോ. നിങ്ങളുടെ കൊള്ള് വെന്തിട്ടില്ലെങ്കിൽ 3 വിസിലൊക്കെ അടുപ്പിച്ചെടുക്കുക. നമ്മുടെ കൊള്ളൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 2 വിസിൽ മാത്രമേ അടുപ്പിച്ചെടുത്തിട്ടുള്ളൂ. പിന്നെ ആ വിസിലൊക്കെ അടിച്ചതിന് ശേഷം അതിൻ്റെ ആവിയെല്ലാം പോയതിന് ശേഷം ഞാനത് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ പ്രത്യേകിച്ച് കടുക് വറുത്ത് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ തക്കാളിയൊക്കെ ചേർത്തിട്ട് ചെയ്യുന്നത് കൊണ്ട് ഇത് കടുക് വറുക്കൊന്നും ചേർക്കണ്ട. പിന്നെ അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ കടകോല് കൊണ്ടൊന്ന് ഉടച്ച് കൊടുക്കാം കേട്ടോ. പക്ഷെ ഞാനിത് ഉടച്ചൊന്നും കൊടുക്കുന്നില്ല, ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്, കറിവേപ്പില ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ അതിനൊന്നും നിന്നില്ല കേട്ടോ. ഇതൊക്കെ കഴിയുമ്പോഴേക്കും തന്നെ നമുക്ക് നല്ല വിശപ്പായി. എന്ന് പറഞ്ഞാൽ നേരത്തെ ഭക്ഷണം കഴിച്ചിട്ടല്ലേ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് പിന്നെ വേഗം തന്നെ നമ്മൾ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തു കേട്ടോ. പിന്നെ നമ്മൾ വേറൊന്നും ചെയ്യാൻ നിന്നില്ല. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ കഞ്ഞിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം തന്നെ പാത്രമൊക്കെ ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്. നമ്മളെല്ലാം തേച്ചിട്ട് വെച്ചിട്ട് പോയ പാത്രമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കഴുകി എടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. തൽക്കാലം ഇപ്പോൾ ആവശ്യത്തിനുള്ള പാത്രങ്ങൾ മാത്രം കഴുകുക. എന്താ പറയുക, നേരം 1 മണിയായി കേട്ടോ. അപ്പോൾ പിന്നെ വിശക്കാൻ തുടങ്ങി കുട്ടികൾക്കൊക്കെ. അപ്പോൾ പിന്നെ ശരിയെന്നും പറഞ്ഞ് ഞാൻ പിന്നെ വേറെ എല്ലാ പാത്രമൊന്നും കഴുകാൻ നിന്നില്ല. ഇപ്പോൾ കഴിക്കാനുള്ള 3-4 പാത്രങ്ങൾ മാത്രം കഴുകിയെടുത്തു. അതിന് ശേഷം പിന്നെ ഞാൻ കഞ്ഞിയെല്ലാം ഒന്ന് എടുത്തിട്ട് വന്നു കേട്ടോ. പിന്നെ അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തു. പിന്നെ ഞാൻ എന്താ പറയുക വാർക്കാനൊന്നും നിന്നില്ല കേട്ടോ. അപ്പോൾ കഞ്ഞി കുടിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ കഞ്ഞി തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വേഗം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പെല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അതുപോലെ കഞ്ഞിയെല്ലാം ഒന്ന് വിളമ്പി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല നല്ല ചൂട് കഞ്ഞിയും അതുപോലെ നമ്മുടെ കൊള്ള് കൂട്ടാനും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനതെല്ലാം എടുത്ത് ഉമ്മർത്ത് കൊണ്ട് വെച്ച് കൊടുത്തു. അപ്പോഴേക്കും തന്നെ കൂട്ടാനും കൊണ്ട് വെച്ച് കൊടുത്തു കേട്ടോ. അതെല്ലാം വെച്ചിട്ട് നോക്കുമ്പോഴേക്കുണ്ട് നമ്മുടെ അശ്വൻ നല്ല ഉറക്കം കേട്ടോ. കുട്ടി നേരത്തെ എണിച്ച കാരണം വന്നിട്ട് അവൻ നല്ല ഉറക്കമായി കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വിളിക്കാൻ നിന്നില്ല. എന്താ പറഞ്ഞാൽ കുട്ടിക്ക് നല്ല ക്ഷീണമുണ്ട്, അവൻ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്താ പറഞ്ഞാൽ ഉറക്കത്തിൽ വിളിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനിയിപ്പോൾ കരയാൻ തുടങ്ങും. അപ്പോൾ കുറച്ച് നേരം കൂടെ അവൻ ഉറങ്ങിക്കോട്ടെ വന്നിട്ട് ഞാൻ പിന്നെ വിളിക്കാൻ നിന്നില്ല കേട്ടോ. അങ്ങനെയൊന്നും ഉറങ്ങുന്ന ആളായിരുന്നില്ല, എന്ത് പറ്റിയെന്ന് അറിയില്ല. നമ്മളിതെല്ലാം റെഡിയാക്കി വരുമ്പോഴേക്കും ആൾ ഉറങ്ങി കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ വിളിച്ചില്ല, അവൻ ഉറങ്ങട്ടെ എന്ന് വിചാരിച്ച് ഞാനും അക്ഷയും കൂടെ തന്നെ പിന്നെ കഞ്ഞി കുടിച്ചു കേട്ടോ. അപ്പോൾ പിന്നെ വിളിച്ചു കഴിഞ്ഞ് ശരിയാവില്ല. അപ്പോൾ എല്ലാവരും വെക്കേഷനും അതുപോലെ ക്രിസ്മസും ഒക്കെ നന്നായി ആഘോഷിച്ചു എന്ന് വിചാരിക്കണം കേട്ടോ. നമ്മളും പറ്റുന്ന രീതിക്കൊക്കെ ആഘോഷിക്കുക ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ കഞ്ഞി കുടിക്കുക കേട്ടോ. നമ്മുടെ ചൂട് കഞ്ഞി അതുപോലെ വെള്ളപ്പയറല്ല
ഫുള്ള് കൂട്ടുകാരും കൂട്ടിയിട്ട് കഞ്ഞി കുടിക്കാനായിട്ടാ. അപ്പോൾ പറഞ്ഞപ്പോൾ നമുക്ക് പുതുവർഷവും ആകാരായില്ലേ. അങ്ങനെ ക്രിസ്മസ് കഴിഞ്ഞ് പുതുവർഷം ഇതിപ്പോൾ ആകാരായിട്ടുണ്ട്. ഇതാ പറയുമ്പോൾ പുതുവർഷവും കഴിയില്ലേ. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. അതിനൊപ്പം നമ്മളും ഓടാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ പോയി വന്നിട്ടുള്ള വിശേഷങ്ങൾ, റെസിപ്പികളും. അതുപോലെ വിശേഷങ്ങളും റെസിപ്പികളും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളെ 12:15 പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.